തൊടുപുഴയിലെ മുസ്ലിം മതവിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനെതിരെ കേസെടുക്കണമെന്ന് കോടതി. തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിന് നിർദ്ദേശം നൽകി. അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിലായിരുന്നു PC ജോർജിന്റെ വിദ്വേഷ പ്രസംഗം. കോടതി നിർദ്ദേശം ലഭിച്ചതോടെ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കും. രാഹുൽ സുരേഷിന്റെ കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, ഒന്നിന് പിന്നാലെ മറ്റൊന്നായി പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ PC ജോർജ്. എത്ര കിട്ടിയിട്ടും പഠിക്കുന്നില്ലേ? പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് ഈവനിംഗ് ഡോക്ടർ അരുൺകുമാർ. അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ നടന്ന പരിപാടിയിലായിരുന്നു PC ജോർജിന്റെ വിദ്വേഷ പ്രസംഗം. ആ പ്രസംഗത്തിനെതിരെയാണ് ഇപ്പോൾ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തൊടുപുഴ മജിസ്ട്രേറ്റ് കോടതിയാണ് തൊടുപുഴ പോലീസിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കേരളത്തിൽ വർഗീയത കൂടുകയാണ്. മുസ്ലിം മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല. ആ സാഹചര്യം മാറണം. ഇന്ത്യയെ സ്നേഹിക്കാത്ത ഒരാൾ പോലും ഇവിടെ ജീവിക്കാൻ യോഗ്യരല്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ആ പ്രസംഗത്തിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയും ചെയ്തത്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് തൊടുപുഴ മജിസ്ട്രേറ്റ് കോടതി നിർണായകമായ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. മുമ്പ് കേസ് പരിഗണിച്ചപ്പോൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ തൊടുപുഴ പോലീസിനോട് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച മുമ്പ് തൊടുപുഴ പോലീസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് തൊടുപുഴ പോലീസിന് മുന്നോട്ട് പോകാൻ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ PC ജോർജിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അന്ന് പ്രസംഗം നടത്തുമ്പോൾ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു, താൻ ഈ പ്രസംഗം പറയുന്നതിന്റെ പേരിൽ പിണറായി പോലീസിന് തനിക്കെതിരെ ഒരു കേസ് കൂടി എടുക്കാം, അത് താൻ കോടതിയിൽ നേരിട്ടോളാം എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. അന്ന് അദ്ദേഹം പറഞ്ഞ പോലെ എന്തായാലും ഇപ്പോൾ സാധ്യമായിരിക്കുന്നു. PC ജോർജിനെതിരെ മുസ്ലിം മതത്തെ അപകീർത്തിപ്പെടുത്തി എന്ന തരത്തിലുള്ള കേസിൽ പരാതിയിൽ ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനമായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് കേസെടുക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ.